ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ ദീപക് മൽ വ്ളോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയമൊന്നും വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സമയമൊന്നും വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ടർബോ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് രാജ്ബി ഷെട്ടി, സുനിൽ, ബിന്ദു പണിക്കർ, ദിലീഷ് പോത്തൻ, ശബരീഷ് വർമ്മ എന്നിവർ തകർത്ത് അഭിനയിച്ച് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തുള്ള ഒരു ചിത്രമായിരുന്നു ടർബോ എന്ന് പറയുന്നത്. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിച്ചുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് സോണി ലീവ് ആയിരുന്നു. ചിത്രം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ റിലീസിനെത്തുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് 2 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ OTT റിലീസിനെത്തുന്നത്. ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഈ ചിത്രം ഇന്ന് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് മാസം 9-ാം തീയതി സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നടന്ന സംഭവം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബിജു മേനോൻ, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട്, ലിജോ മോൾ, ശ്രുതി രാമചന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിഷയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നടന്ന സംഭവം എന്ന് പറയുന്നത്. ഒരു കോമഡി എന്റർടൈൻമെന്റ് വിധത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു നടന്ന സംഭവം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ സിംപ്ലി സൗത്തും അതുപോലെ തന്നെ മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് മാസം 9-ാം തീയതി മനോരമ മാക്സിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉലക നായകൻ കമലഹാസൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ശങ്കർ സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ പരാജയമായി മാറിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഇന്ത്യൻ 2 എന്ന് പറയുന്നത്. അത്രയും ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ഒരു നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു. നെറ്റ്ഫ്ലിക്സിന്റെ വൻ നഷ്ടമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഡീലിലൂടെ ഉണ്ടായിട്ടുള്ളത്. അവർ തന്നെ ഒഫീഷ്യലി അത് അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് മാസം 9-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. 7 ബാർ ജി എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. സോണിയ അഗർവാളും അതുപോലെ സ്മൃതി വെങ്കട്ട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചൊരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു തമിഴ് ചിത്രമായിരുന്നു 7 ബാർ ജി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെത്തിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് മാസം 9-ാം തീയതി ആഹാ തമിഴ് ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ലൈഫ് ഹീൽ ഹയ എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഡയറക്റ്റ് OTT റിലീസിന് എത്താണ്. നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഈ ഒരു ഹിന്ദി വെബ് സീരീസ് എത്തുന്നത്. തമിഴ് ഭാഷയിലൂടെയും ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. 11 എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ കൃതിക കർമ്മ, രാഘവ് ജുവൽ, ധൈര്യ കർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു ഫാന്റസി ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു വെബ് സീരീസ് ആണ് 11 എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന ആഗസ്റ്റ് മാസം 9-ാം തീയതി C5 ഹിന്ദി ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. മറ്റുള്ള ഭാഷയിലുണ്ടെന്ന് അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു മിസ്റ്ററി ത്രില്ലർ, ഒരു ഫാന്റസി ത്രില്ലർ ആയിട്ടുള്ള ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഫിർ ഹായ് അസീൻ ദിൽറൂബ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ തപസി പന്നു, വിക്രാന്ത് മാസി, സണ്ണി കൗശൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ത്രില്ലർ കാറ്റഗറിയിലും എടുത്താവുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഫിർ ഹായ് അസീൻ ദിൽറൂബ എന്ന് പറയുന്ന ഒരു ചിത്രം. ഈ ഒരു ചിത്രം ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. ഈ മാസം ആഗസ്റ്റ് മാസം 9-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ഒരു ഹിന്ദി സിനിമ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡാർലിംഗ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രിയദർശിനി പുൽക്കൊണ്ട, നബ നടാശ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടി ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് മാസം 13-ാം തീയതി തെലുങ്ക് ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മറ്റുള്ള ഭാഷയിൽ അപ്ഡേറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളത്തിന്റെ ഒരു അന്തോളജിക്കൽ വിഭാഗത്തിലൂടെ താന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. മനോരഥങ്ങൾ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ കമലഹാസൻ, മമ്മൂക്ക, മോഹൻലാൽ, ആസിഫ് അലി,
ഫഹദ് വാസിൽ, ബിജു മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മലയാളത്തിൽ നമ്മുടെ MT വാസുദേവൻ നായർ സർ കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസാണ് മനോരഥങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസിൽ 9 സംവിധായകർ 9 കഥകളാണ് എഴുതിയിട്ടുള്ളത് എന്നാണ് ഒരു അപ്ഡേറ്റാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഈ ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് മാസം 15-ാം തീയതി C5 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പഴഞ്ചൻ പ്രണയം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റോണി ഡേവിഡ്, വിൻസി അലോഷ്യസ്, അസീസ് നെടുമങ്ങാട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലൂടെ താന്ന ഒരു ചിത്രമായിരുന്നു പഴഞ്ചൻ പ്രണയം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് സൈനപ്ലൈ ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആഗസ്റ്റ് മാസം 16-ാം തീയതി സൈനപ്ലൈയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കൽക്കി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രഭാസ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് അമിതാഭ് ബച്ചൻ, അതുപോലെ തന്നെ ദീപിക പദുക്കോൺ, കമലഹാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് അഭിനയിച്ച് ജൂൺ മാസം തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ തന്നെ ഹിന്ദി ഭാഷയുടെ OT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് നെറ്റ്ഫ്ലിക്സും ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർപ്രൈസ് റിലീസിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മേ ബി ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ നമ്മുടെ ഹിന്ദി ഒഴികെയുള്ള ഭാഷയിൽ സ്ട്രീമിംഗ് ആരംഭിക്കാൻ NDVS സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കുഞ്ചാക്ക ബോബൻ, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ജൂൺ മാസം തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ആഗസ്റ്റ് മാസം 16-ാം തീയതി ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ കേൾക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. മേ ബി ചിത്രം ഈ വരുന്ന അല്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മുടെ ആഗസ്റ്റ് മാസം 16-ാം തീയതി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയായിരിക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലായിരിക്കും ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടി. ഇനി അവസാനത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പവി കെയർടേക്കർ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് മെയ് മാസം തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് മനോരമ മാക്സ് ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ആഗസ്റ്റ് മാസം 16-ാം തീയതി മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്.